കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകി വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനമാണ് UDF സർക്കാരിനുള്ളതെന്ന് SFI നേരത്തെ ഉന്നയിച്ച് പ്രതിഷേധിച്ചിരുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട കോളേജുകൾക്കെല്ലാം സ്വയംഭരണാവകാശം നൽകി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള കോളേജുകളിലൊന്നായ എറണാകുളം മഹാരാജാസ് കോളേജിന് സ്വയംഭരണാവകാശം നൽകിയിരുന്നില്ല. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കടുത്ത എതിർപ്പിനെ തുടർന്നാണ് ആദ്യം അവർ സ്വയംഭരണാവകാശം നൽകാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ UGC യോഗത്തിൽ രഹസ്യമായി മഹാരാജാസ് കോളേജിന് സ്വയംഭരണാവകാശം നൽകിയ രേഖ പ്രിൻസിപ്പലിന് കൈമാറി. ഈ സാഹചര്യത്തിൽ മഹാരാജാസ് കോളേജിന് ഇക്കണോമിക്സ് വിഭാഗത്തിൽ പുതിയ കോഴ്സ് അനുവദിച്ചതിന്റെ ഉദ്ഘാടന കർമ്മം നടത്താൻ തീരുമാനിച്ചു. ഈ ചടങ്ങിൽ വെച്ച് സ്വയംഭരണാവകാശവും ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രിൻസിപ്പലിന്റെ കുതന്ത്രമാണ് വിദ്യാർത്ഥികൾ പൊളിച്ചടുക്കിയത്. മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ചടങ്ങ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗമായ CP ജോണിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് തടി കേടാക്കാതെ രക്ഷപ്പെടാമെന്ന് മോഹിച്ച ചില ബുദ്ധി കേന്ദ്രത്തിന് പറ്റിയ അമളിയാണ് ഇന്ന് മഹാരാജാസിൽ അരങ്ങേറിയത്. UDFന്റെ തലച്ചോറായി പ്രവർത്തിക്കുന്ന CP ജോൺ ക്യാമ്പസിലെത്തിയാൽ ഇപ്പോഴും പഴയ SFI നേതാവാണോ എന്ന് സംശയിക്കും. CP ജോൺ ഉദ്ഘാടനം ചെയ്യാനെത്തിയതോടുകൂടി മഹാരാജാസിലെ SFI വിദ്യാർത്ഥികൾ കറുത്ത ബാനറിൽ സ്വയംഭരണാവകാശം അറബിക്കടലിൽ എന്നെഴുതിയ ബാനർ ഉയർത്തിക്കാണിച്ച് കരിങ്കൊടിയുമായി വേദിക്ക് മുന്നിലെത്തി. വളരെ സരസമായി CP ജോൺ ഓടിയെടുത്ത വിദ്യാർത്ഥി സംഘത്തെ കൈകാര്യം ചെയ്തു. കോളേജുകൾക്ക് നൽകിയ സ്വയംഭരണാവകാശത്തിൽ തനിക്കും വ്യത്യസ്ത അഭിപ്രായമാണുള്ളതെന്ന് CP ജോൺ നയം വ്യക്തമാക്കിയതോടുകൂടി പ്രതിഷേധാഗ്നി മറ്റൊരു തലത്തിലേക്ക് വഴിമാറി. ഒടുവിൽ പഴയ വിദ്യാർത്ഥി നേതാവായ CP ജോൺ വിദ്യാർത്ഥികളുടെ വികാരം മാനിച്ച് SFI നേതാവായ അനീഷിനെ വിളിച്ച് പ്രശ്നം സംസാരിച്ച് താൻ അറിയാത്ത സംഭവമാണിതെന്നും ഈ ചടങ്ങിൽ താൻ പങ്കെടുക്കുന്നില്ല എന്നും പറഞ്ഞ് വേദി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണുണ്ടായത്. ന്യൂസ് ഡെസ്ക് ഡെനം TN.